നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ബ്രസീൽ മൊറോക്കോക്കെതിരെ കളിക്കുന്നു. ഇന്ന് ബ്രസീൽ ഡേ ആണ്. നമ്മുടെ ചാനലിൽ ഇന്ന് ബ്രസീൽ ഡേ ആണ്. കാരണം ഇന്ന് പിന്നെ വേറെ ഏത് കളിയെക്കുറിച്ച് ഇങ്ങനെ വിശദമായിട്ട് പറയണം. സ്കോട്ട്ലൻഡിൻ്റെ ഒരു കളി, പിന്നെ ഖത്തറും സ്വിറ്റ്സർലൻഡും കൂടി കളി അല്ലേ, സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയും കൂടി ബ്രസീൽ നേഷൻ കളിയുണ്ട്. അപ്പം ഇന്നത്തെ ദിവസത്തെ കളി ബ്രസീലിൻ്റെ കളി തന്നെയാണ്. പിന്നെ അതിനെക്കുറിച്ചില്ലാതെ വേറെന്ത് പറയാനാടും. അപ്പോൾ മൊറോക്കോ വേഴ്സസ് ബ്രസീൽ മാച്ചിനെ കുറിച്ച് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വിനി ജൂനിയറോട് ചോദിക്കുകയുണ്ടായി, മൊറോക്കോ ടീമിനെ എങ്ങനെ കാണുന്നു. അദ്ദേഹത്തിന് മറുപടി, മൊറോക്കോക്ക് ഒരു സംശയവും വേണ്ട, വേൾഡ് കപ്പിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ ചെയ്ത പോലെ. ഒരുപാട് സൂപ്പർ പ്ലേയേഴ്സ് ഉണ്ട്. നോക്കുക, ബ്രാഹിം എൻ്റെ കൂടെ റയലിൽ കളിക്കുന്ന ബ്രാഹിം അവിടെ ഉണ്ട്. ഹക്കീമി ഉണ്ട്. PSG ഹക്കീമി അവിടെ ഉണ്ട്. മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് കൂടി ഇപ്പോൾ നേടിയിട്ടുണ്ട് ഹക്കീമി. അതുപോലെ തന്നെ മറ്റു പ്ലെയേഴ്സ്, പ്രധാനപ്പെട്ട ടീമുകളിൽ കളിക്കുന്ന താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. സോ ഒരുപാട് വളർന്നിട്ടുണ്ട് മൊറോക്കോ. ഈ കളി തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് ഗെയിമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. വിത്തൗട്ട് ഡൗട്ട് മൊറോക്കോ ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. അവർ കളിക്കുന്നത് ആരോടും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുട്ബോളാണ്. ഏത് ടീമിനോടും കോമ്പീറ്റ് ചെയ്യാനുള്ള ടീം അവർക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫുട്ബോൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ആ മാറ്റത്തിൽ വളർന്നു വന്ന ടീമാണ് മൊറോക്കോ. കഴിഞ്ഞ വേൾഡ് കപ്പ് വളരെ മികച്ചതായിരുന്നു അവർക്ക്. പക്ഷേ ആഫ്രിക്കൻ കപ്പിൽ അവർ ഫൈനലിൽ തോറ്റു. എന്നാൽ അവർക്കൊരു എക്സലൻറ്റ് ടീമുണ്ട്. ഗ്രേറ്റ് ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന ഗ്രേറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങൾ അവർക്കുണ്ട്. ഏതായാലും ബ്രസീൽ ഈ സ്റ്റോറിയൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. വീണ്ടും ബ്രസീലിനെ തലപ്പത്തേക്ക് എത്തിക്കണം, അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുള്ളത് എന്നുകൂടി വിനി ജൂനിയർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വളരെ കൃത്യമായിട്ട് എതിരാളികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. മൊറോക്കോ കിടിലൻ ടീമാണ്. അവർക്കെതിരെ കളിക്കുക എന്നുള്ളത് എളുപ്പമല്ല. വളരെ മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച പോരാട്ടം നടത്തേണ്ടി വരും ബ്രസീലിന് എന്ന് വിനി വിലയിരുത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.